അല്ലല്ലോ, അത് ഒരു രൂപം മാത്രം. അപ്പം അത് നമുക്ക് തരുന്ന രൂപത്തിന് നമ്മൾ ആരെ മുമ്പ് നമ്മൾ ഒളിച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിന് നല്ല സൗന്ദര്യമുള്ളവർക്കേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ, സംസാരിക്കാൻ പറ്റൂ, പെരുമാറാൻ പറ്റൂ. സോളോയെ പോലെയൊക്കെ ആളുകളോട് നല്ലതായിട്ട് പെരുമാറണമെങ്കിൽ അതിനൊരു പ്രത്യേക കഴിവ് വേണം. എന്തുകൊണ്ട് സോളോയുടെ അടുത്ത് ഇത്രയും ആളുകൾ വരുന്നു? സോളോ പറഞ്ഞ പോലെ എനിക്ക് ഗ്ലാമർ ഇല്ലാന്ന് പറയും. എന്തുകൊണ്ട്? സോളോയുടെ പെരുമാറ്റം, സോളോയുടെ സംസാരം, അതൊക്കെ അട്രാക്റ്റീവാണ്. അതുകൊണ്ടാണ് വരുന്നത്. മറ്റുള്ളവരോട് സഹകരിക്കൽ, മറ്റുള്ളവരെ കൂടെ ചേർത്ത് നിർത്താനുള്ള ഒരു താല്പര്യം, ഇതൊക്കെ വലിയ ഗുണങ്ങളാണ്. ആ ഗുണങ്ങളൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. ശരീരത്തിൽ കുറേ തടിയുണ്ടെന്നോ അല്ലെങ്കിൽ കുറേ സൗന്ദര്യം ഉണ്ടെന്നോ കുറച്ച് വെളുത്തിരിക്കുകയാണെന്നോ അതൊന്നും പറഞ്ഞിട്ട് അതൊന്നും അല്ല ഇവിടെ വിഷയം. വിഷയം അതൊക്കെ മേലെയാണ്. അതുകൊണ്ട് ഇതൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളല്ല. സൗന്ദര്യം മനസ്സിലാണ്, പക്ഷെ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത്രയൊക്കെ പുരോഗമിച്ചിട്ടും മനുഷ്യൻ്റെ ചിന്താഗതിക്ക് മാറ്റം വന്നിട്ടില്ല. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുവാണ് സോളോ അതൊന്നും ഒരു അനുഭവമല്ല. അതിനൊന്നും നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല. ഞാൻ കണ്ട ആളുണ്ടല്ലോ, ആ ആളിൻ്റെ വീഡിയോ, അയാളുടെ പേര് ഞാൻ അയച്ചു തരാം, ചാനലിൻ്റെ പേര്. ആ ആൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു മണിക്കൂർ ഞാനത് നിർത്താതെ കണ്ടു ആ വീഡിയോ. എന്തൊക്കെയോ ഇങ്ങനത്തെ വൈഫും ഉണ്ടായിരുന്ന ദിവസമാണ്, കഴിക്കാൻ വിളിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. 1 മണിക്കൂർ സമയം ഞാനത് നിർത്താതെ കണ്ടു. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആയിരുന്നു. പക്ഷെ അങ്ങനെ വേറെ വീഡിയോകളൊക്കെ ഉണ്ട്, അതൊക്കെ ക്രൈം അന്വേഷണ വീഡിയോസാണ്. പക്ഷേ ഇത് നല്ല സക്സസ്ഫുൾ, നല്ല കറക്റ്റായിട്ട് കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന വീഡിയോസാണ്, ലൈവിലല്ല. അങ്ങനെ സംസാരിച്ച് അതിനെ വീഡിയോ ആയിട്ട് എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ്. ഒരു വലിയ ടീം ചാനലാണ്, 3-4 സ്റ്റാഫൊക്കെ ഉണ്ട്, വലിയ വീഡിയോ ആണ്, വലിയ ടീമാണത്. പക്ഷേ അത് നല്ല സെറ്റായിരുന്നു. അങ്ങനെ പറയുന്നത് അത്രയും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് ഈ പറഞ്ഞത്, നമ്മൾ ഈ ഫേസ് കാണിക്കാൻ എന്തിനും മടിക്കണം, എല്ലാത്തിലും നമ്മളെ ഫേസ് തന്നെ ഇടണം എന്നാണ് അങ്ങേര് പറയണത്. അങ്ങേരും വലിയ സൗന്ദര്യം എന്നുള്ള ആളൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യൻ്റെ സൗന്ദര്യം നമ്മൾ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമ്മുടെ രതീഷിനെ കുറിച്ചാണല്ല പറയുന്നത്. രതീഷ് വിചാരിക്കും രതീഷ് ഫേസ് കാണിക്കാത്തതാണ് ഇതെല്ലാം പറയുന്നത്. നമ്മൾ ആ വിഷയത്തിൽ നിന്ന് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നീങ്ങി പോകുന്നത് വേറെ വിഷയങ്ങളിലോട്ടാണെന്ന് മാത്രം. പിന്നെ രതീഷ് പറഞ്ഞ പോലെ എനിക്ക് ആ വിഷയം ഉണ്ടായിരുന്നു, ഫേസ് കാണിക്കാൻ മടിക്കുന്ന വിഷയം. ഫേസ് കാണിക്കാൻ മടിക്കണമല്ല, ഇങ്ങനെ ആരും അറിയാത്തൊരു ചാനലാണ് തുടങ്ങിയത്. അതുകൊണ്ട് രതീഷ് പറഞ്ഞ പോലെ കുറച്ച് ദിവസമൊക്കെ മടിയായിരുന്നു. സ്കൂള്, കോളേജ്, നാട്ടുകാർ, വീട്ടുകാരെന്ന് തുടങ്ങി എന്നെ അറിയാൻ പാടില്ലാത്തവർക്ക് വരെ എന്നെ കളിയാക്കിയിട്ടുണ്ട്, ഇപ്പോഴും കളിയാക്കാറുണ്ട്. അവർക്ക് വിവരമില്ലായിരുന്നു കഴിഞ്ഞാൽ അങ്ങ് സമാധാനിക്കുകയാണ് എന്ന് പറയുകയാണ് സോളോ. അങ്ങത്രയ്ക്കും കളിയാക്കാൻ സോളോയ്ക്കുള്ള കുഴപ്പങ്ങൾ എന്താണ്? സോളോയ്ക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുള്ളതായിട്ട് സോളോയ്ക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല, സത്യമായിട്ടും പറയുകയാണ്. എനിക്ക് അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു ഫിഗറാണ് സോളോ എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നല്ലൊരു പയ്യൻ, നല്ലൊരു കൊച്ചുകുട്ടി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ സൗന്ദര്യ കുറവുണ്ടെന്ന് എനിക്കൊട്ടും തലയിലെത്ത് കുറച്ച് മുടി കുറവാണ് തോന്നുന്നത്. അല്ലാതെ എന്തോന്നാണ് കുഴപ്പമുള്ള സോളോയ്ക്ക്? എന്തിനാണ് കുഴപ്പമുള്ള? ഒരു കുഴപ്പമില്ല, സ്മാർട്ടാണ് സോളോ. അങ്ങനെ കളിയാക്കാൻ എന്തൊക്കെ കാരണം എന്താണ്? ലൈവിൽ കാണുമ്പോൾ ഞാൻ ഒരുപാട് ചിരിച്ച് സന്തോഷിച്ച് എല്ലായിടത്തും നല്ല രീതിയിൽ സംസാരിക്കുകയും, പക്ഷേ എൻ്റെ റിയൽ സിറ്റുവേഷൻ ഇതൊന്നും അല്ല എന്ന് പറയുന്നത്. ഓക്കെ സോളോ, പലരെയും റിയൽ സിറ്റുവേഷൻ ചിലപ്പോൾ മോശമായിരിക്കാം, അതൊക്കെ വേറെ ഇതാണ്. അല്ല, നമ്മൾ ഈ സൗന്ദര്യത്തിനെ കുറിച്ചും ഫേസിനെ കുറിച്ചും ഒക്കെ പറയുമ്പം അതിനകത്തൊരു വിഷയമാണ്. നമ്മളിപ്പം ജനിച്ച ഒരു ചുറ്റുപാടുണ്ട്. ആ ചുറ്റുപാടിൽ നമുക്ക് പെട്ടെന്ന് മാറിക്കളയാൻ പറ്റില്ല, ഒളിച്ചോടാൻ പറ്റില്ല. അത് തന്നെയാണ്. നമുക്ക് അവിടെ നിന്നുകൊണ്ട് എങ്ങനെ നല്ല രീതിയിൽ പെരുമാറാൻ പറ്റും, നല്ല രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും, നേടാൻ പറ്റും, അതൊക്കെ ചെയ്യുക. നമ്മളൊരു ജീവിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു കാലഘട്ടം, ആ കാലഘട്ടത്തിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക.
അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതൊന്നും